ഇസ്ലാമിക് നാറ്റോ സംഘടനയെക്കുറിച്ച് നമുക്കറിയാം. ഇസ്ലാമിക് നാറ്റോ എന്ന് നമ്മൾ പോലും ചില സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും എപ്പോഴും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി ഈ 3 രാജ്യവും ചേർന്ന് ഇപ്പോൾ ഈ ഒരു സംഘടനയെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ഇത് തീർച്ചയായും ഇന്ത്യക്ക് വലിയൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി മാറും. കാരണം ഇസ്ലാമിക് നാറ്റോ എന്ന ആ ഒരു സംഘടനയിൽ തുർക്കി അകത്തേക്ക് വന്നിട്ടുള്ളത് നേരിട്ട് ഇന്ത്യക്കുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയുടെ കാശ്മീർ വിഷയത്തിൽ ഇതിനകം തന്നെ അകത്തേക്ക് വന്ന് ഇടപെടുന്ന തുർക്കി നേരിട്ട് നാളെ പാകിസ്ഥാന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ ഇസ്ലാമിക് നാറ്റോയ്ക്കുള്ളിൽ തുർക്കി വരികയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, പകരം ഒരു മോശം കാര്യത്തിലും നല്ലതുള്ളതുപോലെ ഇസ്രായേൽ ഇന്ത്യ കോർപ്പറേഷൻ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനും ഇതൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ലിറ്ററലി തുർക്കി ആൻഡ് പാകിസ്ഥാൻ വേഴ്സസ് ഇസ്രായേൽ ആൻഡ് ഇന്ത്യ, ഈ ഒരു രീതിയിലേക്കായിരിക്കും ഇത് പോകാൻ പോകുന്നത്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ഇസ്ലാമിക് നാറ്റോ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് എങ്ങനെ ഇസ്രായേലും ഇന്ത്യയും ചേർന്ന് കൗണ്ടർ ചെയ്യുമെന്ന് മനസ്സിലാക്കാനും കഴിയും. SMDA സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ് 2025 സെപ്റ്റംബർ മാസത്തിൽ പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറുണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം ഈ നാറ്റോ ആർട്ടിക്കിൾ 5 പറയുന്നതനുസരിച്ച് എങ്ങനെയാണോ നാറ്റോ മെമ്പറിൽ നാറ്റോ അല്ലാത്തൊരു രാജ്യം യുദ്ധം തൊടുത്തുവിട്ടാൽ അല്ലെങ്കിൽ ആയുധാക്രമണം നടത്തിയാൽ മറ്റ് എല്ലാ നാറ്റോ രാജ്യങ്ങളുടെയും റെസ്പോൺസ് അത് ട്രിഗർ ചെയ്യും. അതുപോലെയാണ് ഇത്. SMDA സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ് അനുസരിച്ച് ഈ 2 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണത്തിന് ഇരയായാൽ അടുത്ത രാജ്യവും ചേർന്ന് ആ മിലിറ്ററി ഓപ്പറേഷനിൽ ഉൾപ്പെടണം. ഈ 2 വിഭാഗത്തിനും ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. ഇപ്പോൾ ഈ എഗ്രിമെന്റ് ഇവർക്ക് 2 പേർക്കും ഉള്ളത് മാത്രമല്ല, ഇതിൽ 3ാമതൊരു രാജ്യം വരാം, 4ാമത് വീണ്ടും ഒരു രാജ്യം വരാം. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇസ്ലാമിക് രാജ്യങ്ങൾക്കിടയിൽ, പ്രധാനമായും മധ്യകിഴക്കിലുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയ കോർപ്പറേഷൻ സൃഷ്ടിക്കുക. കാരണം ഇതിനകം തന്നെ ഇവർക്കിടയിൽ മിലിറ്ററി കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ട്. എന്നാൽ അവയൊന്നും തന്നെ ഇവർ ചിന്തിച്ചത്ര റിസൾട്ട് നൽകിയിട്ടില്ല. ഏത് കാരണം കൊണ്ടാണോ ഇവർ ഈ എഗ്രിമെന്റ്സ് എല്ലാം ഉണ്ടാക്കിയത്, ആ ഒരു ഐക്യം ഇവർക്കിടയിൽ ഉണ്ടായില്ല. എന്നാൽ എപ്പോഴും ഒരു പവർഫുള്ളായ രാജ്യം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ പവർഫുള്ളായ ഒരു അലയൻസ്, ലോകത്തെ തന്നെ ഡോമിനേറ്റ് ചെയ്യണമെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട വിഷയം ആ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകണം. ഒന്നാമത്തേത് അണുവായുധം, രണ്ടാമത്തേത് ലോകതലത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ്, കൂടാതെ ലോകതലത്തിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഒരു രാജ്യമായിരിക്കണം. മൂന്നാമത്തേത് ആ രാജ്യത്തിന്റെ പക്കൽ അളവിൽ കൂടുതൽ പണം ഉണ്ടാകണം. ഇവ 3ഉം ഏത് രാജ്യത്തിന്റെ പക്കലാണോ ഉള്ളത് അവരായിരിക്കും ഈ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് അമേരിക്ക, റഷ്യ, ചൈന. ഈ 3 വിഭാഗത്തിനും ഇവ 3ഉം അധികമായി തന്നെ ഉണ്ട്. ഈ ലോകത്തെ അവർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇസ്ലാമിക് നാറ്റോ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള രാജ്യത്തിന്റെ പക്കലൊന്നും ഈ 3ഉം പൂർണ്ണമായും ഇല്ല. പക്ഷേ ഈ രാജ്യങ്ങളെ പ്രത്യേകം എടുത്തു നോക്കിയാൽ, പവർ വൈസ് നോക്കിയാൽ, പാകിസ്ഥാന്റെ പക്കൽ അണുവായുധമുണ്ട്. സ്ട്രാറ്റജിക്കൽ റീച്ച്, ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ, ഈവൻ റഷ്യയെ തന്നെ ചോക്ക് പോയിന്റിൽ വയ്ക്കുന്ന തലത്തിൽ തുർക്കിയുടെ പക്കൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് വലിയൊരു അസറ്റാണ്. മാത്രമല്ല ലോകതലത്തിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ തുർക്കി ഉയർന്ന സ്ഥാനത്താണുള്ളത്. മൂന്നാമത്തേത് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ പക്കലില്ലാത്ത പണം ലോകത്തിൽ മറ്റാരുടെ പക്കലുമില്ല. അത്രത്തോളം പണം അവരുടെ പക്കലുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും പ്രത്യേകമുള്ള സാഹചര്യമാണ്. പക്ഷേ 3ഉം ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അവിടെ വലിയൊരു പവർ ഷിഫ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ആദ്യം ഇസ്ലാമിക് നാറ്റോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകണം. സൗദി അറേബ്യയ്ക്ക് നാളെ പ്രശ്നം വരികയാണെങ്കിൽ തുർക്കിയും വരണം, പാകിസ്ഥാനും വരണം. അപ്പോൾ തുർക്കിക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ പാകിസ്ഥാനും പോകണം, സൗദി അറേബ്യയും പോയേ മതിയാവുകയുള്ളൂ. ഇതുവരെ എല്ലാം ഓക്കെയാണ്. എന്നാൽ നാളെ പാകിസ്ഥാൻ ഒരു പ്രശ്നം വരികയാണെങ്കിൽ തുർക്കിയും വരണം, സൗദി അറേബ്യയും വരണം. പാകിസ്ഥാന് പ്രശ്നം എങ്ങനെയായിരിക്കും വരിക? ആരുമായിട്ടായിരിക്കും വരിക? ചൈനയുമായി വരുമോ? ഇല്ല. അഫ്ഗാനിസ്ഥാനുമായി വരുമോ? ഇല്ല. അതവർ തന്നെ സംസാരിച്ച് തീർത്തോളും. ചൈന, റഷ്യ, തുർക്കിമിസ്ഥാൻ, കസക്കിസ്ഥാൻ ഇവരുമായി പ്രശ്നം വരുമോ? തീർച്ചയായും ഇല്ല. ഇവർക്ക് പ്രശ്നം വരികയാണെങ്കിൽ അത് ഇന്ത്യയുമായി മാത്രമേ പ്രശ്നം വരികയുള്ളൂ. അപ്പോൾ ഇന്ത്യക്കെതിരെ നാളെ ഈ രാജ്യങ്ങൾ, ഇസ്ലാമിക് നാറ്റോ, ഈ ഒരു ഓർഗനൈസേഷൻ തിരിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ 100% അതിനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ സിന്ധൂർ കാലത്തിന് നമ്മൾ കണ്ടതാണ്. തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ചു, അതിനെ എങ്ങനെയെല്ലാം നമ്മൾ തിരിച്ചോടിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ഒരുപാട് അറിഞ്ഞതാണ്. എന്നാൽ തുർക്കി അപ്പോൾ നൽകിയത് ചെറിയ ടെക്നോളജി, ചെറിയ ഡ്രോൺസ് മാത്രമാണ്.
പക്ഷെ ഈ ഒരു ഓർഗനൈസേഷൻ ഇവരുടെ എഗ്രിമെന്റിലൂടെ തുർക്കി അകത്തേക്ക് വരികയാണെങ്കിൽ, ഒഫീഷ്യലായി സൈൻ ചെയ്യുകയാണെങ്കിൽ, അവരുടെ വളരെ അത്യാധുനിക ഡ്രോൺ മുതൽ അത്യാധുനിക ബോംബുകൾ വരെയും ഇവിടെ വന്നേ മതിയാവുകയുള്ളൂ. ഇത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. എന്നാൽ ഇന്ത്യക്ക് മാത്രമല്ല ഇത് ഭീഷണി, ഇസ്രായേലിനും ഒരു തരത്തിൽ ഇത് ഭീഷണിയാണ്. കാരണം സൗദി അറേബ്യ ഇസ്രായേൽ ഇന്ന് നോർമലൈസേഷൻ ചെയ്യുകയാണ്. പക്ഷെ സൗദിയുടെ പക്കൽ F-35 എന്ന യുദ്ധവിമാനം പോകുന്നത് പോലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിക് നാറ്റോ ഈ ഒരു ഓർഗനൈസേഷൻ ചേർന്ന ഒരു എഗ്രിമെന്റ് നടത്തിയാൽ പണത്തിനു വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ടെക്നോളജി ഷെയർ ചെയ്യാൻ പോലും പാകിസ്ഥാൻ തയ്യാറാകും. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഞാനിപ്പോൾ ഒരുപാട് പണം നൽകിയാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഷെയർ ചെയ്യുന്ന ഒരേ ഒരു രാജ്യം അത് പാകിസ്ഥാനാണ്. അങ്ങനെയുള്ളപ്പോൾ തുർക്കിക്ക് അണുവായുധങ്ങൾ പോവുകയാണെങ്കിൽ അത് യൂറോപ്പിലുള്ള യുറേഷ്യൻ റീജിയണിൽ പ്രശ്നം ഉണ്ടാക്കും. സൗദി അറേബ്യയിലേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും ചേർന്നാണ് ഈ ഒരു സഖ്യത്തെ കൗണ്ടർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു അടിത്തറയാണ് ഈ JWG ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ. ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇസ്രായേലിനും ഇന്ത്യക്കും ഇടയിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ ഡിഫൻസ് കോർപ്പറേഷൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർ എത്രത്തോളം സ്ട്രോങ് ആണ്, ഇവർക്കിടയിലുള്ള ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ സാധിക്കും. ചരിത്രം നോക്കിയാൽ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധം, 1971 നടന്ന യുദ്ധം, കാർഗിൽ യുദ്ധം, ഈ രണ്ട് യുദ്ധത്തിലും ഏകദേശം നമ്മൾ പരാജയത്തിൻ്റെ മുനമ്പിലായിരുന്നു. 1971 പോലും ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു നാവൽ ബ്ലോക്കേഡ് ഉണ്ടാക്കി നമ്മൾ പാകിസ്ഥാനിലേക്ക് കടന്നു. ആ സമയത്ത് ഇസ്രായേൽ ചെയ്തൊരു കാര്യം, ഇറാൻ ഒരുപാട് സഹായങ്ങൾ നൽകാനായി ആയുധങ്ങൾ അവർ വച്ചിരുന്നു. പ്രധാനമായും മോട്ടോർ ഷെൽസ്, അവർക്ക് ആവശ്യമായ പെട്രോളിയം പ്രോഡക്ട്സ്, റോ അമിനേഷൻസ്, ഈ ബോംബുകൾക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ, ഇതെല്ലാം ടൺ കണക്കിന് ഷിപ്മെൻറ്റ് ചെയ്യാനായി ഇറാനിലേക്ക് അയക്കാനായി വച്ചിരുന്നു. എന്നാൽ ഇൻഡയറക്റ്റായി ഇസ്രായേലുള്ള ഗ്രൂപ്പ്സ് ഇറാനിലേക്ക് അയക്കേണ്ട ഷിപ്മെന്റ്സിനെ എല്ലാം ഇന്ത്യയിലേക്ക് അയച്ചു. കാരണം ആ സമയത്ത് ഇറാനിൽ നടന്നത് മറ്റൊരു ഭരണമായിരുന്നു. 79 അവിടെ ആഭ്യന്തര വിപ്ലവം ഉണ്ടാവുകയും ഭരണമാറ്റം സംഭവിച്ചതും. അപ്പോൾ ഇറാന് നൽകാനായി വച്ചിരുന്ന ആയുധങ്ങൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകി. ആ ആയുധങ്ങൾ വെച്ചാണ് അപ്പോഴത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിനെ, ആ ഒരു രാജ്യത്തിലുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ വിരട്ടി ഓടിച്ചത്. അതാ യുദ്ധത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറി. ശരി, ഇതിനെ മാറ്റിവെക്കാം. ഇനി കാർഗിൽ യുദ്ധ സമയത്ത് ടൈഗർ ഹിൽ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഏകദേശം പാകിസ്ഥാൻ്റെ കയ്യിൽ നഷ്ടപ്പെടുത്തിയതുപോലെയായിരുന്നു. അത് തിരികെ പിടിച്ചില്ലെങ്കിൽ അത് ആ യുദ്ധത്തിൻ്റെ ഒരു പരാജയമായി തന്നെ മാറും. ആ ഒരു സാഹചര്യത്തിൽ ആ പരാജയത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ അന്ന് നമുക്ക് ഇസ്രായേൽ സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ, മോട്ടോർ ഷെൽസ് നൽകിയില്ലായിരുന്നെങ്കിൽ, പ്രധാനപ്പെട്ട ലേസർ ഗൈഡഡ് ബോംബ്സ് നൽകിയില്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായേനെ. നമ്മുടെ മിറാജ് 2000 യുദ്ധവിമാനങ്ങൾക്ക് എമർജൻസി പ്രൊക്യൂർമെന്റിൽ നൽകി. ആ സമയത്ത് അമേരിക്കയുടെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. 1971 ഇസ്രായേൽ ഇൻഡയറക്റ്റായി സഹായിച്ചതിന് കാരണം തന്നെ അമേരിക്കയുടെ പ്രസൻസ് ആ യുദ്ധത്തിൽ വന്നതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെയുള്ളപ്പോൾ കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേലിന് നേരിട്ട് അമേരിക്ക ഒരു കണ്ടീഷൻ നൽകി, നിങ്ങൾ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്ന്. എന്നാൽ ഇസ്രായേൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ ടൺ കണക്കിന് ഇവിടെ ബോംബുകൾ അയച്ചു. മാത്രമല്ല ആ ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷനിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി അവരുടെ ഇന്റൽ ഇൻപുട്ട് നൽകി. ആ സാറ്റലൈറ്റ് ഇൻപുട്ടോടുകൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ലേസർ ഗൈഡഡ് ബോംബ്സും നൽകി. ഇത് നമുക്ക് വലിയൊരു നേട്ടം തന്നെ നൽകി. നമ്മുടെ ടെറിട്ടറി ക്രോസ് ചെയ്യാതെ തന്നെ, നമ്മുടെ പ്രദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ നമ്മളത് ഉപയോഗിച്ചു. തുറന്നു പറഞ്ഞാൽ അന്ന് ഇസ്രായേലിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം ഏത് വഴിയിലേക്ക് വേണമെങ്കിലും തിരിയുമായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു നമ്മൾ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് ചരിത്രം സംബന്ധിക്കുന്ന കാര്യം. എന്നാൽ ഇപ്പോൾ യുദ്ധമെല്ലാം അവസാനിച്ച് ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഇസ്രായേലും ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിயின் കീഴിൽ ബരാഖ് 8 മുതൽ ഒരുപാട് ആയുധങ്ങൾ സൃഷ്ടിക്കുകയാണ്. 2022 മുതൽ 2025 ഡിസംബർ മാസം വരെയും ഇസ്രായേൽ ചെയ്ത ടോട്ടൽ ഡിഫൻസ് എക്സ്പോർട്ടിൽ 34% ഇന്ത്യയിലേക്കായിരുന്നു വന്നത്. അങ്ങനെ നോക്കിയാൽ 4% അല്ലെങ്കിൽ അതിലും കൂടുതൽ എന്ന് തന്നെ പറയാം. ഇത്രത്തോളം ഡിഫൻസ് എക്സ്പോർട്ട് ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത്രത്തോളം തന്നെ ഇന്ത്യയിൽ നിന്ന് ചില ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഇസ്രായേലിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ തുർക്കി പാകിസ്ഥാൻ എന്ന ആ ഒരു ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിന് ഈ രണ്ട് രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ഈ വെറും വ്യാപാരം മാത്രം വെച്ചുകൊണ്ട് ഇതിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഒരു സാധാരണ ട്രേഡ് നടത്തുകയാണ്. രണ്ടുപേർ സുഹൃത്തുക്കളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒരു ട്രേഡ് മാത്രമാണ്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ സെക്യൂരിറ്റി എഗ്രിമെന്റ് വന്നാൽ മാത്രമേ യുദ്ധ സാഹചര്യത്തിലും തടസ്സമില്ലാതെ എല്ലാ സഹായവും വസ്തുക്കളും ലഭിക്കുകയുള്ളൂ.
അതിനുവേണ്ടിയാണ് JWG ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന എല്ലാ ഡീൽസിനെയും നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. ഈ രണ്ട് വിഭാഗത്തിനും ഇടയിൽ ഒരു സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലായാലും ഡിഫൻസ് എക്സ്പോർട്സ് ഒക്കെ മുടങ്ങാതെ വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് അവസാനിക്കുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പോരാത്തതിന് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഫാൽക്കൺ AWACS, നമ്മുടെ LCA യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ELM 2052 AESA റഡാർ, പ്രോജക്ട് ചീറ്റ എന്ന പേരിൽ ഇസ്രായേലിന്റെ ഹെറാ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സിവിലിയൻ എയർക്രാഫ്റ്റ്സിനെ ടാങ്കർ എയർക്രാഫ്റ്റ്സായി മാറ്റാനായി IAI ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ഒരു ഡീൽ. ഇങ്ങനെ എല്ലാം നമ്മൾ ഈ പദ്ധതിயின் കീഴിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനും ഇന്ത്യക്കും ഇടയിൽ ജസ്റ്റ് ഒരു സ്ട്രാറ്റജിക് ട്രേഡ് മാത്രമല്ല, ഇസ്രായേൽ, സൈപ്രസ്, ഇന്ത്യ ഇവയെല്ലാം ചേർന്ന് ഈ തുർക്കി പാകിസ്ഥാൻ ആക്സസിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യക്ക് ഇസ്രായേലിനോടൊരു താല്പര്യം, ഇസ്രായേലിന് ഇന്ത്യയോടൊരു താല്പര്യം, സൈപ്രസിനോട് താല്പര്യം, അങ്ങനെ ഒരു കാറ്റഗറിക്കുള്ളിലേക്ക് പോകണ്ട. കാരണം ജിയോ പൊളിറ്റിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം നിങ്ങൾക്ക് സഹായം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യം നിങ്ങളോട് എല്ലാ തരത്തിലും സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓപ്പണന്റിലുള്ള രാജ്യം അവരെ അത്രത്തോളം എതിർക്കുന്ന ഒരു രാജ്യമായിരിക്കണം. ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഇന്ത്യയോട് ഒരു താല്പര്യവുമില്ല. ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇസ്രായേലിനോടില്ല, ജസ്റ്റ് ഒരു സ്ട്രാറ്റജിക്കൽ യൂസിന് വേണ്ടി മാത്രമാണ് എന്ന് നോക്കിയാൽ, അങ്ങനെ ഒരു രീതിയിൽ നോക്കിയാൽ പോലും പാകിസ്ഥാൻ തൊട്ടടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട ക്രൂരമായ ഒരു വിഷപ്പാമ്പിനെ കൊല്ലാനായി നമുക്ക് ഇസ്രായേലിന്റെ സഹായം തീർച്ചയായും ആവശ്യമാണ്. ഈ സഹായം മ്യൂച്വൽ കോർപ്പറേഷൻ വഴി വന്നാലും ശരി, അല്ലെങ്കിൽ ഈ പാകിസ്ഥാനെ എതിർക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ പക്കൽ അണുവായുധം പോകാൻ പാടില്ല എന്ന ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വന്നാലും ശരി, എങ്ങനെയായാലും നമുക്കത് പ്രശ്നമില്ല. ഇത്രത്തോളം പറയാൻ കാരണം തുർക്കിയുടെ അകത്തേക്ക് വന്നതുകൊണ്ടാണ്. തുർക്കി അകത്തേക്ക് വരികയാണെങ്കിൽ കാശ്മീർ എന്ന ഇതിനകമുള്ള പ്രശ്നം വീണ്ടും പുകയാൻ തുടങ്ങും. എന്റെ രാജ്യത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥലത്ത് അതിനെ ചർച്ചാ വിഷയമാക്കുകയാണെങ്കിൽ, അങ്ങനെ അകത്തേക്ക് വരുന്ന ഒരു അലയൻസിനെ തുടക്കത്തിൽ തന്നെ തകർക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്താലും തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓരോ ഇന്ത്യൻസിൻ്റെയും ജോലിയാണ്. ഇതിൽ ജാതി, മതം, വിഭാഗം ഒന്നും വേണ്ട. ഇനി ജാതിയും മതമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. തുർക്കിയെക്കുറിച്ച് ഒരുപാട് പേർ സാധാരണയായി സംസാരിക്കുകയാണ്. ഇവർ ഒരുപാട് കാര്യങ്ങൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റീസെൻ്റായി വന്നൊരു വാർത്ത, പാകിസ്ഥാൻ ബേസ്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പിന് ബ്ലാക്ക് മാർക്കറ്റിലൂടെ വരുന്ന ഗൺസ്, അതായത് ഉക്രൈനിൽ നിന്ന് വരുന്ന ഗൺസ് റീറൂട്ട് ചെയ്യുന്നത് തന്നെ ഈ തുർക്കിയാണ്. എത്ര പേർക്ക് ഇത് അറിയാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന നാറ്റോ വെപ്പൺസ് എങ്ങനെ പാകിസ്ഥാനിൽ വരുന്നു എന്ന ചോദ്യത്തിന് നടുവിലുള്ള ഈ തുർക്കിയാണ് ഉത്തരമായി മാറുന്നത്. ഇതെല്ലാം ഇന്ത്യക്കെതിരെ ചെയ്യുന്ന തുർക്കിക്കെതിരെ ഇസ്രായേലിനെ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ചെയ്താലും അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇസ്ലാമിക് നാറ്റോ, അതായത് തുർക്കി ആൻഡ് പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഇതിൽ ആര് ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.